ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ? എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കിയാൽ ഒരുപാട് സങ്കീർണമായ വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിൽ തന്നെ ഒരേ സമയം ആളുകൾ ഭയക്കുകയും അതേസമയം ആദരിക്കുകയും ചെയ്ത ഒരു പേരുണ്ട്. അതാണ് അൽ ഹജ്ജാജ് ബിൻ യൂസുഫ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അദ്ദേഹത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെയാണ് പ്രധാന ചോദ്യം വരുന്നത്. ചരിത്രം അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർക്കേണ്ടത്? ഒരു ക്രൂരനായ രക്തദാഹിയായ സ്വേച്ഛാധിപതിയായിട്ടാണോ? അതോ ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്ത ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയായിട്ടാണോ? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കാം. ആദ്യം തന്നെ ആരായിരുന്നു ഈ വ്യക്തി എന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബൂ മുഹമ്മദ് അൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അൽ സഖഫി. ജനിച്ചത് തായിഫ് നഗരത്തിൽ. അദ്ദേഹത്തിന്റെ ജീവിതകാലം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു. ഹിജ്റ 41 ജനനം. ഹിജ്റ 75 ഇറാഖിന്റെ ഗവർണറായി നിയമിക്കപ്പെട്ടു. അതൊരു വലിയ പദവിയായിരുന്നു. ഒടുവിൽ ഹിജ്റ 95 താൻ തന്നെ സ്ഥാപിച്ച വാസിദ് എന്ന നഗരത്തിൽ വെച്ചു മരണമടഞ്ഞു. അപ്പോൾ തായിഫിലൊരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഉമയ്യദ് സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യരിൽ ഒരാളായി മാറിയത്? എങ്ങനെയായിരുന്നു അധികാരത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആ യാത്ര? നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഖലീഫ അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ ഒരു സഹായിയായിട്ടാണ് കരിയർ തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹത്തെ പോലീസ് സേനയിൽ നിയമിച്ചു. ഹജ്ജാജിന്റെ ആ ഒരു കണിശതയും കാര്യപ്രാപ്തിയും മനസ്സിലാക്കിയ ഖലീഫ കലാപങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന ഇറാഖിന്റെ ഭരണം അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊടുത്തു. അതൊരു വലിയ ഉത്തരവാദിത്വമായിരുന്നു. ഹജ്ജാജ് അധികാരത്തിനും പ്രതാപത്തിനും വേണ്ടി അതിയായി ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അത് നേടുന്നതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും അദ്ദേഹം തയ്യാറായിരുന്നു എന്നു വേണം പറയാൻ. ഇറാഖിൽ ഗവർണറായി എത്തിയ ശേഷം അദ്ദേഹം ആദ്യം ചെയ്തത് കൂഫയിലെ പള്ളിയിൽ കയറി ഒരു പ്രസംഗം നടത്തുകയായിരുന്നു. ആ പ്രസംഗം തന്നെ അദ്ദേഹത്തിന്റെ രീതി എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കൂഫ നിവാസികളെ, പാകമായ ചില തലകൾ ഞാൻ കാണുന്നു. അവ കൊയ്യേണ്ട സമയമായിരിക്കുന്നു. ഞാനാണതിന്റെ ആൾ. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു ഭരണാധികാരിയുടെ ആദ്യത്തെ വാക്കുകളാണിത്. ആ പ്രസംഗം വെറുമൊരു വാചകമടിയായിരുന്നില്ല. അത് തുടങ്ങാൻ പോകുന്ന രക്തച്ചൊരിച്ചിലിന്റെ ഒരു സൂചനയായിരുന്നു. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിനൊരു പേര് വീണു. അൽ മുബീദ്, അതായത് ഉന്മൂലനം ചെയ്യുന്നവൻ. ആ പേര് വെറുമൊരു അലങ്കാരമായിരുന്നില്ല. നിങ്ങൾ ഈ സംഖ്യയിലേക്കൊന്ന് നോക്കൂ. ചരിത്രകാരന്മാർ പറയുന്നത് യുദ്ധക്കളത്തിലല്ലാതെ ഭരണത്തിന്റെ ഭാഗമായി മാത്രം 1,20,000 ആളുകളുടെ മരണത്തിന് ഹജ്ജാജ് കാരണക്കാരനായി എന്നാണ്. ഇത് ശരിക്കും ഞെട്ടിക്കുന്നൊരു കണക്കാണ്. പക്ഷേ ഈ ക്രൂരതയൊക്കെ മറച്ചുവെക്കാൻ അദ്ദേഹത്തിനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. പണ്ഡിതനായ മാലിക് ഇബ്നു ദീനാർ പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഹജ്ജാജ് പ്രസംഗപീഠത്തിൽ കയറി നിന്ന് സംസാരിക്കുന്നത് കേട്ടാൽ അദ്ദേഹം പറയുന്നതാണ് സത്യമെന്നും അദ്ദേഹത്തിന്റെ ഇരകളാണ് നുണയന്മാരെന്നും നമ്മൾ പോലും വിശ്വസിച്ചു പോകും. അത്രയ്ക്ക് വാചാലതയായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ടുതന്നെ മിക്ക ചരിത്രകാരന്മാരും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ഭയപ്പെടുത്തുന്ന, രക്തം ചൊരിയുന്ന ഒരു സ്വേച്ഛാധിപതി. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. ഹജ്ജാജിന്റെ ചിത്രം ഇത് മാത്രമായിരുന്നോ? ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ക്രൂരതയുടെ ഈ മുഖത്തിന് പിന്നിൽ ആരും പ്രതീക്ഷിക്കാത്ത കഴിവുറ്റ ഒരു ഭരണപരിഷ്കർത്താവിന്റെ മുഖം കൂടി ഹജ്ജാജിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് UGC നെറ്റ് പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ ഈ രണ്ട് വിപരീത വശങ്ങളെയും ഒരുമിച്ച് മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ നോക്കൂ. വാസിദ് എന്ന പുതിയ തലസ്ഥാന നഗരം പണിതു. സാമ്രാജ്യത്തിലുടനീളം അളവുകളും തൂക്കങ്ങളും ഏകീകരിച്ചു. അതുവരെ പേർഷ്യൻ ഭാഷയിലായിരുന്ന സർക്കാർ രേഖകളെല്ലാം അറബിയിലേക്ക് മാറ്റി. അതുപോലെ ആദ്യമായി അറബി ലിപികളുള്ള നാണയങ്ങൾ പുറത്തിറക്കിയതും അദ്ദേഹമാണ്. ഒരുപക്ഷേ ഹജ്ജാജിന്റെ ഏറ്റവും വലിയതും ഇന്നും നിലനിൽക്കുന്നതുമായ സംഭാവന വിശുദ്ധ ഖുർആന്റെ കാര്യത്തിലായിരുന്നു. ഇസ്ലാം അറബികളല്ലാത്തവരിലേക്കും വ്യാപിച്ചപ്പോൾ ഖുർആൻ പാരായണത്തിൽ തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി അദ്ദേഹം ഖുർആനിലെ അക്ഷരങ്ങൾക്ക് ഹർക്കത്തുകളും, അതായത് സ്വരചിഹ്നങ്ങളും പുള്ളികളും ചേർക്കാൻ പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തി. അതോടൊപ്പം ഖുർആനെ വിവിധ ഭാഗങ്ങളായി തിരിക്കുന്നതിനുള്ള അടയാളങ്ങളും അവതരിപ്പിച്ചു. ഇത് പാരായണം വളരെ എളുപ്പമാക്കി.
അപ്പോൾ നോക്കൂ, ഒരേ മനുഷ്യന്റെ രണ്ട് മുഖങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഒരു വശത്ത് 1,00,000-ൽ പരം ആളുകളെ കൊന്നൊടുക്കിയ ക്രൂരനായ സ്വേച്ഛാധിപതി, മറുവശത്ത് ഇന്നും ഇസ്ലാമിക ലോകം ഉപയോഗിക്കുന്ന പല സുപ്രധാന പരിഷ്കാരങ്ങളും നടപ്പിലാക്കിയ ഒരു പ്രതിഭാശാലിയായ ഭരണാധികാരി. ഇതെല്ലാം നമ്മളെ ആ പഴയ ചോദ്യത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരികയാണ്. അൽ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ നാം എങ്ങനെയാണ് ഓർക്കേണ്ടത്? എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പാരമ്പര്യം? പ്രശസ്ത ചരിത്രകാരനായ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഒരുപക്ഷെ ഏറ്റവും മികച്ച സംഗ്രഹമായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഹജ്ജാജ് കഴിവുറ്റ ഒരു രാഷ്ട്രീയക്കാരനും ഉറച്ച തീരുമാനങ്ങളെടുക്കുന്ന ഭരണാധികാരിയുമായിരുന്നു. പക്ഷേ സത്യത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം കഠിനനും കർക്കശക്കാരനുമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലളിതമായ ഉത്തരമല്ല, മറിച്ച് ചരിത്രത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ളൊരു ചോദ്യമാണ്. ഒരു ഭരണാധികാരിയുടെ ഭരണപരമായ നേട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ക്രൂരതയെ ന്യായീകരിക്കുമോ? ഹജ്ജാജിനെ പോലുള്ളൊരു വ്യക്തിയെ ചരിത്രം എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇതൊരു എളുപ്പമുള്ള ചോദ്യമല്ല. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ വിശകലനത്തിൽ പങ്കുചേർന്നതിന് എല്ലാവർക്കും നന്ദി. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.